ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ലെവൽസ് ഓഫ് റീഡിങ്ങിനെ പറ്റിയിട്ടായിരുന്നു. ഇന്ന് നമ്മളിവിടെ അതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള ടൈപ്സ് ഓഫ് റീഡിങ്ങിനെ പറ്റിയിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടും 4 ടൈപ്പ് റീഡിംഗ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻറ്റൻസീവ് റീഡിംഗ്. വാട്ട് ഈസ് ഇൻറ്റൻസീവ് റീഡിംഗ്? Intensive reading means a detailed study of a passage. Intensive reading means a detailed study of a passage. ഒരു പാസേജിന് ഏറ്റവും എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. സോ ദ മൈന്യൂട്ട് അറ്റൻഷൻ ഈസ് ഗിവൺ ടു ഈച്ച് പാർട്ട് ഓഫ് ഇറ്റ്. എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ഓരോ ഏരിയയിലും വളരെ കൃത്യമായ മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത്തരം ഈ ഇൻറ്റൻസീവ് റീഡിങ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് പഠനത്തിലാണ്. ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദി സ്റ്റഡി ഓഫ് എ ലാംഗ്വേജ്. അപ്പോൾ ഇൻറ്റൻസീവ് റീഡിങ്, ഫസ്റ്റ് വൺ ഇൻറ്റൻസീവ് റീഡിങ്. ഇൻറ്റൻസീവ് റീഡിങ് മീൻസ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് എ പാസേജ് ആൻഡ് ഇറ്റ് ഗീവ്സ് മൈന്യൂട്ട് അറ്റൻഷൻ ടു ഈച്ച് പാർട്ട് ഓഫ് ഇറ്റ്. ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദി സ്റ്റഡി ഓഫ് എ ലാംഗ്വേജ്. And second one, extensive reading. What is extensive reading? Extensive reading means a non-detailed study of a passage. Extensive reading means a non-detailed study of a passage. It concerns with getting the overall meaning or idea of the passage. ഇവിടെ നമ്മൾ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയും. ഇവിടെ രണ്ടും ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇൻറ്റൻസീവ് റീഡിംഗ് ഇന്നാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ പുസ്തകത്തിൽ എന്താണോ പറയുന്നത് അതിൻ്റെ അകത്തേക്ക് കടന്നുകൊണ്ട് ഓരോ ലൈനും അല്ലെങ്കിൽ ഓരോ വേർഡുകളും വിശദമായിട്ട് പരിശോധിച്ചു കൊണ്ടുള്ള ഒരു വായനയാണ്, അല്ലെങ്കിൽ വിശദമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വായനയാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എക്സ്റ്റെൻസീവ് റീഡിംഗ് ആകുമ്പോൾ എന്താണ്? നോൺ ഡീറ്റെയിൽഡ് അല്ല, അല്ലേ? ഇറ്റ് means a non-detailed study of a passage. ഇവിടെ എന്ത് ചെയ്യുന്നു? We understand an overall idea of the passage, what the passage says. ഇവിടെ മാത്രമല്ല, നമ്മളിപ്പോൾ സാധാരണ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ പുസ്തകങ്ങളിലെ നോവലുകൾ പഠിക്കുമ്പോൾ, ഫിക്ഷൻ പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഡ്രാമാസ് ഒക്കെ ആകുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും? അതിൽ എസ് ഒക്കെ വരുന്നത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അതെന്നുള്ള ഒരു ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വെക്കും. നമ്മൾക്കിപ്പോൾ എക്സാമിന് ഓരോ ലൈനുകളും അല്ലെങ്കിൽ ഓരോന്നും വിശദമായിട്ട് പഠിച്ച് എക്സാം എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകൾ നമ്മൾ അതിലെന്താണ് വിശദീകരിക്കുന്നത് എന്ന് മാത്രം, അല്ലേ? നമ്മളൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എക്സാമിന് വെക്കുമ്പോൾ അത്തരത്തിലുള്ള വായന, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, ലൗഡ് റീഡിംഗ്. ലൗഡ് റീഡിംഗ് മീൻസ് റീഡിംഗ് അലൗഡ്. അല്ലേ? നമുക്കൊക്കെ അറിയാം ലൗഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്ക വായിക്കുന്നതിനാണ്, അല്ലേ? റീഡിംഗ് അലൗഡ്. ലൗഡ് റീഡിംഗ് മീൻസ് റീഡിംഗ് അലൗഡ്. ഇങ്ങനെ ഉറക്ക വായിക്കുന്നതിലൂടെ കുട്ടികൾക്ക് എന്തിനാണ് ഉറക്ക വായിക്കുന്നത്? മറ്റാരെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഉറക്ക വായിക്കുന്നതിലൂടെ സ്റ്റുഡൻസ് ആർ എനേബിൾ ടു റീഡ് യൂസിങ് സ്ട്രെസ്, അല്ലേ? ആ സ്ട്രെസ് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രെസ് ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ റിതം, ഇൻറ്റോനേഷൻ, പ്രൊനൗൺസിയേഷൻ, ഇതൊക്കെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് വായിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. അതിനാണ് ലൗഡ് റീഡിങ്ങിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സൈലന്റ് റീഡിംഗ് നടത്തിയാൽ മതി. അപ്പോൾ ലൗഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് മീൻസ് റീഡിംഗ് അലൗഡ്. Loud reading means reading aloud. Then fourth one, silent reading. Silent reading means reading something without producing sound audible to others. മറ്റുള്ളവർക്ക് ശബ്ദം കേൾക്കാത്ത രീതിയിലുള്ള വായന, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈലന്റ് റീഡിംഗ്. നമുക്കല്ലേ നിശബ്ദ വായന നമുക്കറിയാം, അല്ലേ? Silent reading means reading something without producing sound audible to others. It means reading something without producing sound audible to others. Fifth one, scanning. Scanning is a way of reading in which the learner
quickly goes through a text to find a particular piece of information. അയാൾക്ക് കുറച്ച് വിവരങ്ങൾ ആവശ്യമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് മുഴുവനൊന്നും മൂപ്പർക്ക് ആവശ്യമില്ല, എന്നാൽ അതിലെ ചില വിവരങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, ആ ടെക്സ്റ്റിലൂടെ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ആവശ്യമുള്ള ആ വിവരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ നോക്കി പറ്റ പോകും. ഫോർ എക്സാമ്പിൾ, ഈ ക്യൂസ് കോമ്പറ്റീഷനിലേക്ക് വരുന്ന സമയത്ത് ചില പുസ്തകങ്ങളിലേക്ക് ഉത്തരങ്ങളുണ്ടാവും, പക്ഷെ നമുക്ക് അതിൻ്റെ ഉത്തരം മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കി ഭാഗമൊന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഉത്തരം എവിടെയെന്ന് കൃത്യമായിട്ട് അതിൻ്റെ പിന്നെ ഏത് പേജ് നമ്പർ ആണെങ്കിലും എവിടെയാണെന്നും നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കിയിട്ട് ഇങ്ങനെ പോകും. ഇത്തരത്തിലുള്ള അപ്പം ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, സ്കാനിങ് എന്ന് പറയും. ജസ്റ്റ് ഒരു നോട്ടം നോക്കിയിട്ട് ഇങ്ങനെ പോവാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ദ റീഡർ ഇഗ്നോർസ് എനിത്തിങ് ഹി ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ. അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത മുഴുവൻ സാധനവും അദ്ദേഹം എന്ത് ചെയ്യണം, ഇഗ്നോർ ചെയ്യാം, അവഗണിച്ചുകൊണ്ട് പുസ്തകത്തിലെ ഒറ്റ നോട്ടത്തിലൂടെ പുസ്തകത്തിലൂടെ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോവാം. ആൻഡ് ഇറ്റ് ഈസ് എ വേ ഓഫ് റീഡിംഗ് in which the learner quickly goes through a text to find a particular piece of information. ഇതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. then skimming എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ the learner reads the whole passage rapidly. The learner goes through the whole passage rapidly to get the gist of the passage. ആ പാസേജിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം വളരെ പെട്ടെന്ന് വായിച്ചു പോകും. ഇപ്പോൾ കഥയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കഥ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് അറ്റൻഷൻ കൊടുത്തിട്ട് ഒന്നും നമ്മൾ വായിക്കാറില്ല, പെട്ടെന്ന് വായിച്ചു പോകും എന്നാണ് അതിൽ പറയുന്നത് എന്നുള്ളൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി. അത്തരത്തിലുള്ള വായനയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് വേണ്ട, അവിടെ ലേണർ ഈസ് വെരി കോൺഷ്യസ് ഓഫ് ദി ഇൻഫോർമേഷൻ ഹി വാണ്ട്സ്. അദ്ദേഹത്തിന് ആവശ്യമുള്ള ഇൻഫോർമേഷൻ ഏതാണോ അതിൽ അദ്ദേഹം കോൺഷ്യസ് ആയിരിക്കും. ആ കാര്യമാണ് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നത്, ഊന്നൽ നൽകുന്നത് എന്നർത്ഥം. ആൻഡ് തേർഡ് വൺ സ്കിപ്പിംഗ് എന്ന് പറയുമ്പോൾ it is a way of reading in which the learner reads a matter leaving out the unimportant. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മുഴുവൻ കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് വായിക്കുന്ന വായനയാണ് എന്ന് പറയുന്നത് സ്കിപ്പിംഗ് എന്ന് പറയും. സ്കിപ്പ് ചെയ്യുക അല്ലെ, നമ്മൾ തന്നെ പറയാറുണ്ട്, അത് സ്കിപ്പ് ചെയ്യാം, ഇത് സ്കിപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് റീഡിംഗ് ഇൻ വിച്ച് ദ ലേണർ റീഡ്സ് എ മാറ്റർ ലിവിങ് ഔട്ട് ദ അൺഇമ്പോർട്ടൻറ്റ്. ഇത്തരത്തിലുള്ള അല്ലെ റീഡിങ്ങിൽ എന്തില്ല, വിൽ നോട്ട് ബി ഫാസ്റ്റ് ആകണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനമായിട്ടും നമ്മളിവിടെ 7 ടൈപ്പ് റീഡിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.